അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നമ്മൾ ഇറങ്ങുകയാണ്. ശ്രീലങ്കയിൽ ഇവിടെ 2 ദിവസം താമസിച്ചു നമ്മൾ ഈ ഹോസ്റ്റലിൽ. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് നമ്മൾ സിഗിരി എന്ന സ്ഥലമുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ശ്രീലങ്കൻ്റെ വീഡിയോ കാണുമ്പോൾ ആദ്യം കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അവിടേക്കാണ് പോണത്. അപ്പോൾ ഇന്ന് നൈറ്റ് അവിടെ എത്താൻ ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ എടുത്തിട്ടാണ് പോണത്. ട്രെയിന് ടാക്സി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതിൽ പോയി നോക്കട്ടെ. എൻ്റെ സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലീനാക്കി സെറ്റാക്കി. ഇതുണ്ടോ വന്നപ്പെട്ട ഡ്രസ്സേനു. അത് ഹൈദരാബാദിക്ക് ഫസ്റ്റ് ഡേ പോയെന്ന് ഈ ഡ്രസ്സ് ഇട്ടിന്. അപ്പം ഇങ്ങനെ പോവാം. ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ നെറ്റ്വർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷോക്കാവും. അപ്പോൾ നമ്മളെ പിക്മിയിൽ നമുക്ക് ലൊക്കേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അവിടേക്ക് പോവാണ്. ഇവിടുന്ന് കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് വേണം ഹബർമാന അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകാൻ. സമാധാനം കുറേ നേരമായി സുഹൃത്തുക്കളെ അത് ബുക്ക് ചെയ്ത് തുടങ്ങിയിട്ട്. ഇവിടുത്തെ ഭയങ്കര സ്ഥലങ്ങൾ കേട്ടത്. അത് ലൊക്കേഷനും പിന്നെ ഇവർക്ക് ഇംഗ്ലീഷ് വല്ലാതെ അങ്ങോട്ട് പുറത്തു കിട്ടില്ല. ഊബർ വന്നു, ഊബറല്ല പിക്മി ഇനി പോകണം. സമാധാനം ബസ്സുകളൊക്കെ ഇവിടെ കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. 5 കിലോമീറ്റർ പോരാൻ വേണ്ടിയിട്ട് ടോട്ടലായത് 352 LKR. അതായത് നമ്മുടെ നാട്ടിലേക്ക് പോകാനുള്ള 352 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് 100 രൂപ. അപ്പോൾ ഇതാണ് ആഗ്ര ഫോർട്ട്, എന്താണ് കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷന് ഉള്ളിലേക്ക് പോട്ടെ. ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് ഞാൻ ചോദിച്ചത്. ഫസ്റ്റ് ക്ലാസ് ആകുമ്പോൾ 17 നമ്പർ കൗണ്ടറിൽ പോകാൻ പറഞ്ഞു. ടിക്കറ്റ് ഉണ്ടോ അല്ലെന്ന് ചോദിച്ചു നോക്കാം. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. 17 നമ്പർ 17 പറഞ്ഞു. ഇവിടെ ചോദിച്ചു 7ാമത്തെ കൗണ്ടർ. ടിക്കറ്റ് ഇല്ലയെന്നാണ് പറഞ്ഞത്. എന്തായാലും പടികളിൽ പോയോക്കട്ടെ. 17 റിസർവേഷൻ ഓഫീസ്. അങ്ങനെ ടിക്കറ്റ് കിട്ടി ശ്രീലങ്ക റെയിൽവേസിൽ. അപ്പോൾ 3:15 ടിക്കറ്റ് ഉള്ളത്. റിസർവേഷൻ കൗണ്ടറിൽ വന്നു. AC കമ്പാർട്ട്മെൻറ്റ് അവൈലബിൾ അല്ല, പക്ഷേ 3rd ക്ലാസ്സിനുള്ളത്. ഓക്കെ, പക്ഷേ സീറ്റ് ഉണ്ട്. 1200 LKR കൊടുക്കണം. 3:15 വണ്ടി ഉള്ളത്. ഇപ്പോൾ 1:37 ആയിട്ടുള്ളൂ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുക്കൽ നമുക്ക് വലിയ പുത്തരിയിലെ പരിപാടിയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതേതായാലും പോയി നോക്കുക. അപ്പോൾ ടിക്കറ്റ് ചെക്കർ ഉണ്ട് കൗണ്ടറിൽ തന്നെ. ഹലോ, ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നു. 4. താങ്ക് യു. ഇതാണ് പണ്ടത്തെ സിനിമകളിൽ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇങ്ങനത്തെ ട്രെയിനിലാണ് പോകുന്നത്. നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.